ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. എന്റെ ചോദ്യം, ദൈവം ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, എന്നിട്ട് പിന്നീട് കുറേ മനുഷ്യന്മാരുണ്ടായി. അവർക്കിടയിലേക്ക് പലരെയും പറഞ്ഞയച്ചു, ദൈവത്തിന് ഇഷ്ടമുള്ള പലരെയും, ആര് തന്നെ ആയിക്കോട്ടെ. ഈ പറഞ്ഞയച്ച് ദൈവം ഇങ്ങനെ നോക്കുക. അപ്പം പലരെയും പറഞ്ഞയച്ചിട്ടും ഈ പറയുന്ന ആളുകളൊന്നും, ഈ പറയുന്ന മനുഷ്യന്മാര്, ദൈവം സൃഷ്ടിച്ച ആ മനുഷ്യന്മാരൊന്നും ദൈവത്തെ അനുസരിക്കാതെ അവസ്ഥ വന്നപ്പം, വൺസ് അപ്പോൺ എ ടൈം ഇൻ എ പെർട്ടിക്കുലർ, എന്നുവെച്ചാൽ നിങ്ങളുടെ വേർഷൻസിലാണ് കേട്ടോ ഇത്, ഞാൻ നിങ്ങളുടെ എന്ന് പറയുന്നത് അനിൽ ബ്രദർ പറഞ്ഞ ആ ഒരു വേർഷനിൽ, ഏതോ ഒരു സമയത്ത് ദൈവത്തിന് തന്നെ തോന്നാണ്, ഇനി പ്രവാചകന്മാരെ ദൂതന്മാരെ പറഞ്ഞയച്ചിട്ട് കാര്യമില്ല, എനിക്ക് തന്നെ പോണം എന്ന് ദൈവത്തിന് തോന്നിയിട്ട് ദൈവം ഒരു പ്രത്യേക വേഷം എടുത്തു ഭൂമിയിൽ വന്നു. ഈ അനിൽ ബ്രദർ പറഞ്ഞ പോയിന്റ് തന്നെയാണ് എടുക്കണം. ഇന്നൊരു എക്സ്റ്റെന്റ് അങ്ങനെ എത്തിയിട്ട് അവസാനം അറ്റ് ലാസ്റ്റ് ദൈവം തന്നെ സ്വരൂപം സ്വീകരിച്ച്, മനുഷ്യരൂപം സ്വീകരിച്ച് മനുഷ്യരെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി ദൈവം നിശ്ചയിച്ച പ്രകാരം ദൈവം തന്നെ മനുഷ്യരൂപം സ്വീകരിച്ച് താഴെ വന്നു. എന്നിട്ട് ആ മനുഷ്യൻ എന്ത് സംഭവിച്ചു? ആ മനുഷ്യൻ വന്ന യഹൂദ സമൂഹത്തിൽ എത്ര പേര്, എന്നുവെച്ചാൽ ആദ്യം പറഞ്ഞേച്ച നേരത്തെ ദാവൂദിന്റെ വിഷയത്തിലും ഡേവിഡിന്റെ വിഷയത്തിലും അനിൽ ബ്രദർ പറഞ്ഞത് യു ആർ റോങ്. കമ്പാരിറ്റീവ്ലി ഭൂരിപക്ഷവും അനുകൂലിച്ചിട്ടുണ്ടായിരുന്നു. നോഹയുടെ പോലെയല്ല, കുറച്ചു പേര് മാത്രമേ നിരാകരിച്ചിട്ടുള്ളൂ. ദൈവം തന്നെ, ഈ ദൈവം ഇത്ര ദുർബലനായിരുന്നു ശരിക്കും. നമ്മുടെ പിതാവ്, നമ്മളൊക്കെ സൃഷ്ടിച്ച ആ പിതാവ്, ആ യഹൂദ സമൂഹത്തിലേക്ക് യേശുക്രിസ്തു വന്നു. എങ്ങനെ വന്നേ? അത്ഭുതകരമായിട്ടാ വന്നേ, പിതാവില്ലാതെ. ഒരു സംശയം വേണ്ട, ദൈവത്തിന്റെ വചനത്താൽ, ദൈവമായിട്ട് തന്നെ, ഞാൻ ആ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് അംഗീകരിച്ചിട്ടുണ്ടാ പറയുന്നത് കേട്ടോ, ദൈവമായിട്ട് ആ മറിയയിൽ വന്ന് ജനിച്ച് സംബോധനായി ആ കൂട്ടത്തിലുള്ള ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും എത്ര പേർക്ക് ഇത് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ബിബ്ലിക്കലി എടുത്തോ, ഹിസ്റ്റോറിക്കലി എടുത്തോ, ഭൂരിപക്ഷം ആളുകൾക്ക് മനസ്സിലായില്ല. ഇന്നും യഹൂദർക്ക് മനസ്സിലായിട്ടില്ല. അവർ ഇന്നും മസീഹിനെ കാത്തിരിക്കുകയാണ്. ആ സമൂഹം, യേശു ക്രിസ്തു വന്ന് ഇറങ്ങിയ സമൂഹം ഇന്നും വേറെ മസീഹിനെ കാത്തിരിക്കണം. അവർക്ക് മനസ്സിലായില്ല ഈ വന്നത് അവർക്ക് വാഗ്ദത്തം നൽകപ്പെട്ട മസീഹാണെന്ന് മനസ്സിലായില്ല. മനസ്സിലായോ? ഇല്ല. എന്റെ ചോദ്യം എന്താണെന്നറിയോ? നമ്മൾ എങ്ങനെയാണ് ഈ വിഷയത്തില്, ഇത് ഞാൻ പറയുന്നത് ഒരു തേർഡ് പേഴ്സൺ, ആരോ ആയിക്കോട്ടെ, ഒരു തേർഡ് പേഴ്സൺ ഞാൻ ഈ ചോദിച്ച ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ റെഫ്യൂട്ട് ചെയ്യുക? മാന്യമായിട്ട് കേട്ടോ, അല്ല നബീൽ പോളിമിക്സ് ഒന്നും എടുക്കാതെ വളരെ മാന്യമായിട്ട്. ദൈവം പറഞ്ഞയച്ച ദൂതന്മാര് കുറെ ശ്രമിച്ചു നോക്കിയിട്ട് മനസ്സിലാവാത്തൊരു കാര്യം, ദൈവം സ്വയമേ വന്ന് രൂപം സ്വീകരിച്ച് വന്നിട്ടും ആ യഹൂദർക്ക് മനസ്സിലായില്ല. ദേ ആർ സ്റ്റിൽ വേറെ കാര്യങ്ങൾ. അവരിപ്പോഴും മസീഹിനെ കാത്തിരിക്കുക, അവരിപ്പോഴും സ്വർഗരാജ്യം ഉണ്ടാക്കാൻ കാത്തിരിക്കുക, അവർ ഇന്നും മസീഹിനെ കാത്തിരിക്കുക. ആ സമൂഹം ആരിലാണോ വന്നത് അവർ ഇപ്പോഴും മസീഹിനെ കാത്തിരിക്കുക. അല്ല നബീലെ ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നബീൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു, അതിലൂടെ നബീൽ മുന്നോട്ട് വെക്കുന്ന ക്വസ്റ്റൻ എന്താണെന്ന് ചുരുക്കി ഒന്ന് ക്ലിയർ ചെയ്തേ. എനിക്ക് മനസ്സിലായത് ഇതാണ്, ദൈവം ആദ്യകാലം തൊട്ട് പലരെയുടെ സംസാരിച്ചു, അവസാനം തന്റെ പുത്രനെ അയച്ചു, അല്ലെങ്കിൽ ദൈവം തന്നെ ഭൂമിയിൽ ഇറങ്ങി വന്നു. അങ്ങനെ സംസാരിച്ചിട്ടും ജനത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് യഹൂദ ജാതിയിലെ ഒരു മഹാഭൂരിപക്ഷവും ഇന്നും വിശ്വസിക്കാതെ കണ്ട് ഇരിക്കുന്നു. അതിന്റെ കാരണം എന്തെന്നുള്ളതാണോ താങ്കളുടെ ചോദ്യം? അതോ ദൈവം പരാജയമാണെന്നുള്ളതാണോ താങ്കൾ പറയാൻ ആഗ്രഹിക്കുന്നത്? അതോ ഇങ്ങനെ ഒരു പദ്ധതി ഇത് പോസിബിൾ അല്ല, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ, ക്രിസ്ത്യാനികളുടെ തെറ്റിദ്ധാരണയാണെന്ന് പറയാനാണോ ശ്രമിക്കുന്നത്? അതുകൊണ്ട് ക്വസ്റ്റൻ ഒന്ന് ക്ലിയർ ചെയ്യൂ. എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് അങ്ങ് പിടികിട്ടില്ല. എനിക്ക് പിടികിട്ടിയില്ല. ഇനി അനിൽകുമാർ അയ്യപ്പനെ പിടികിട്ടിയൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. അല്ല, ആ ചോദ്യം ഒന്ന് ക്ലിയർ ചെയ്യൂ. അത്രയും കാര്യം ഞാൻ പറഞ്ഞല്ല. അവിടെ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആലോചിക്കാൻ വേണ്ടിയാ. നിങ്ങളല്ല, നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കിയ പോലെ തന്നെയാണോ ശരി? എവിടെയും വല്ല മിസ്റ്റേക്കും സംഭവിച്ചിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കുന്നത് തന്നെയാണ്. ആ യഹൂദർ ഇപ്പോഴും വിശ്വസിക്കുന്നത്, യഹൂദർ ഇപ്പോഴും വിശ്വസിക്കുന്നത്
അവര് നമ്മൾ പറയില്ല ജ്യൂസ് എന്ന് പറയില്ലേ, ആ ജ്യൂസിൽ തന്നെ പല വേരിയേഷൻസ് ഒക്കെ ഉണ്ട്, അത് വേറെ വിഷയമാണ്. അവരിപ്പോഴും വിശ്വസിക്കുന്നത് അവരൊരു മസീഹിനെ കാത്തിരിക്കുകയാണ്. ഇവിടെ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ തെറ്റായ ചില ധാരണകളിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ ഈ ഇതായത്. ഒന്ന്, ദൈവം പലയിടങ്ങളിലേക്ക് ആളുകളെ അയച്ചു എന്ന്. അങ്ങനെ ബൈബിൾ അത് പറയുന്നില്ല. പലയിടങ്ങളിലേക്ക് ദൈവം അയച്ചിട്ടില്ല. ദൈവം അയച്ചിട്ടുള്ളത്, ദൈവം പ്രവാചകന്മാരെ അയച്ചെന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനത്തിലേക്ക് മാത്രമാണ്. മറ്റൊരിടത്തേക്കും ദൈവം അത് അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഇദ്ദേഹം പറഞ്ഞതുപോലെയല്ല. ദൈവം കുറേ പേരെ അയച്ചു നോക്കി, അയച്ചയച്ചായിട്ട് ആരും നേരെയാവുന്നില്ല. അവസാനം ഇനി ഞാൻ തന്നെ വരാമെന്ന് കരുതി വന്നതുമല്ല. കാരണം ഇതൊക്കെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇതാക്കിയിട്ടുണ്ട്, പദ്ധതിയിട്ടുണ്ട്. അതായത് താൻ പ്രപഞ്ചം സൃഷ്ടിക്കുന്നു, അതിനകത്ത് മനുഷ്യരെ സൃഷ്ടിക്കുന്നു. സൃഷ്ടിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ വഴിതെറ്റിപ്പോകും. ഒരു നിമിഷം, എൻ്റെ ക്ലബ് ഹൗസ് ഈസ് നോട്ട് റെസ്പോണ്ടിങ് എന്ന് കാണിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇത് പോകും. അപ്പോൾ ഞാനൊന്ന് ആപ്പ് ക്ലോസ് ചെയ്തിട്ട് ഞാൻ വീണ്ടും കയറി വരാം. അല്ലെങ്കിൽ സംസാരത്തിനിടയല്ലേ പോകും, ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഓക്കെ ഇപ്പോൾ ക്ലിയറായി. അപ്പോൾ ദൈവം ദൈവത്തിനറിയാം താൻ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നു, മനുഷ്യരെ സൃഷ്ടിക്കുന്നു, മനുഷ്യനെ പിശാച് വഴിതെറ്റിക്കും, അവൻ പാപിയായി തീരും. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനുള്ള പരിഹാരമാർഗം എന്ത്, ആ കാര്യം ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതടക്കം നിത്യതയിലെ പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്. അത് വെളിപ്പാട് പുസ്തകം 13:8 അവിടെ നമ്മൾ വായിക്കുന്നത്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികൾ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ ലോകസ്ഥാപനം മുതലേ അറുക്കപ്പെട്ടു. ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ ഇതൊക്കെ പദ്ധതിയിട്ടു. ലോകത്തിനെ സൃഷ്ടിച്ച സമയം മുതലേ ഇത് അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ടാണ് ദൈവത്തിൻ്റെ മുമ്പാകെ ഉള്ളത്. അപ്പോഴേ ഉള്ള സംഗതിയായിട്ടാണ് ഉള്ളത്. ഇത് പണ്ടേ ചെയ്തു, അല്ലാണ്ട് ഇതെല്ലാം ചെയ്ത് പരാജയപ്പെട്ടു എന്നാൽ പിന്നെ ഞാൻ തന്നെ അങ്ങ് വന്നേക്കാം എന്നുള്ളതല്ല. ഇനി ഈ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായി വരുന്നതിനെ കുറിച്ചുള്ള കാര്യം നോക്കി. അപ്പൊ ഇത് ഇങ്ങനെ വരുന്ന കാര്യത്തെക്കുറിച്ച് ഇത് ദൈവം ചുമ്മാ പറഞ്ഞിട്ടല്ല. പണ്ട് നയനാരൊരു കാര്യം പറഞ്ഞിരുന്നു. നയനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പ്രധാനമന്ത്രിയോട് നയനാരോടൊന്ന് അറിയിക്കാണ്ട് ഇങ്ങോട്ട് വന്ന് പണ്ട് നയനാർ പ്രോട്ടോകോൾ അനുസരിച്ച് മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ട കാര്യമില്ല, അതൊന്നും നടന്നില്ല. അതിനെപ്പറ്റി ചോദ്യം വന്നപ്പോൾ പത്രക്കാർ വെച്ചപ്പോൾ നയനാർ പറഞ്ഞൊരു നല്ലൊരു തമാശ രൂപയുടെ മറുപടി ഉണ്ട്, പടച്ചോനായാലും പറഞ്ഞിട്ട് വരണം. ശരിയാണ്, 100% ശരിയായ കാര്യമാണ്. പടച്ചോനായാലും പറഞ്ഞിട്ട് വരണം. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് വന്ന ഒരു പടച്ചോനേ ഉള്ളത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ഈ കാര്യത്തെക്കുറിച്ച്, അതായത് മനുഷ്യൻ പാപം ചെയ്തവൻ തെറ്റിപ്പോയ ആ സമയത്ത് തന്നെ അതിനെക്കുറിച്ചുള്ള ഇത് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3:15 സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കുമെന്ന് പിശാചിനോട് പറയുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് ആദാമും ഹവ്വയും അവിടെ നിൽക്കുന്നു. അപ്പോൾ സ്ത്രീയിൽ നിന്നൊരു സന്തതി ഉണ്ടാകും, അത് പിശാചിനെ പരാജയപ്പെടുത്തും, തല തകർക്കും എന്ന് പറയുന്നത്. അപ്പൊ ഇവര് ആ സമയത്ത് വിചാരിക്കുന്നത് ഈ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് ഹവ്വ സ്ത്രീ എന്ന് പറയുന്നപ്പോൾ അവിടെ ഹവ്വ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹവ്വയുടെ സന്തതിയായി ജനിക്കുന്നവൻ ഈ പിശാചിനെ പരാജയപ്പെടുത്തി തിരിച്ച് ഞങ്ങളെ ഈ തോട്ടത്തിലേക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെയാണ് അവർ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവരുടെ മകൻ ആദിജാതനായ ആദിജാതന് കായേൻ എന്ന് പേരിടുന്നത്. കായേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവ എനിക്ക് പുരുഷപ്രജയായിട്ട് കുന്തം, അതായത് കുത്തുന്നവൻ, കുത്തുന്നവൻ. അപ്പൊ ദൈവം എനിക്ക് ഇതായിട്ട് വന്നു എന്നുള്ളൊരു ആശയം. രണ്ട് അർത്ഥം ഉണ്ടായിരുന്നു. ഒന്ന് കുത്തുന്നവൻ, കുന്തം എന്നുള്ളൊരു ഇതുകൊണ്ട്, പിന്നെ കായേൻ എന്ന് പറഞ്ഞാൽ യാ എന്നുള്ളൊരു ഉച്ചാരണോടെ വരുന്നുണ്ട്. യഹോവ എനിക്ക് ഇതായിട്ട് വന്നു എന്നുള്ളൊരു ആശയം. അപ്പം ഏതായാലും സംഭവം അതുപോലെയല്ല. അവൻ ദുഷ്ടനിൽ നിന്നുള്ളവനാണെന്ന് അവർക്ക് മനസ്സിലായി. കാരണം സഹോദരനെ അവൻ കൊന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉണ്ടാകുന്ന മകൻ അവർ ശേത്ത് എന്ന് പേരിടാണ്. ശേത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിയമിച്ചവൻ എന്നാണ്. ശേത്ത് എന്നുള്ളത്, അതായത് ഈ കായേന് പകരമായിട്ട് നീതിമാനായ ഹാബേലിനെ കൊന്നു കളഞ്ഞു, ദുഷ്ടനായ കായേൻ ഞങ്ങളെ രക്ഷിക്കുകയില്ല. അപ്പൊ ഈ ഹാബേലിന് പകരമായി ദൈവം നിയമിച്ചിരിക്കുകയാണ് ഇവനെ എന്ന് പറഞ്ഞിട്ടാണ് അവർ ശേത്ത് എന്ന് പേരിടുന്നത്. അപ്പോഴും അവരുടെ ധാരണ ഈ ശേത്ത് ദൈവം പറഞ്ഞതുപോലെ പിശാചിന്റെ തല തകർത്ത് ഞങ്ങളെ തിരിച്ചകത്തേക്ക് കൊണ്ടുപോകും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതൊന്നും നടന്നൊന്നുമില്ല. തലമുറകൾ ഇങ്ങനെ കഴിഞ്ഞു, ഇതായിട്ട് വന്നു. പക്ഷെ ഈ ഒരു പ്രവചനം, അതായത് സ്ത്രീയുടെ സന്തതി പിശാചിന്റെ തല തകർക്കും എന്നുള്ള കാര്യം ആദാമും ഹവ്വയും മക്കൾക്ക് പറഞ്ഞിട്ടുണ്ട്. അവരിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് അങ്ങനെയായിട്ട് അത് കിട്ടിയിട്ടുണ്ട്. പിന്നീട് ജലപ്രളയം വരുന്നു. ഭൂമിയിലെ മനുഷ്യർ പാപത്തിൽ മുഴുകിയതായി വന്നു കഴിഞ്ഞപ്പോൾ ജലപ്രളയത്താൽ ദൈവം ഭൂമിയെ ന്യായം വിധിക്കുന്നു. നോഹയും കുടുംബവും മാത്രം അവശേഷിച്ചു. അപ്പൊ നോഹ തന്റെ മക്കളെ, മരിക്കാനുള്ള ആ പ്രായമായപ്പോൾ നോഹ തന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിലാണ്. അവിടെ ദൈവം യാഫേത്തിനെ വർദ്ധിപ്പിക്കട്ടെ, അവൻ ശേമിന്റെ കൂടാരങ്ങളിൽ വസിക്കും, കനാൻ അവരുടെ ദാസനാകും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അനുഗ്രഹിക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യമാണ്. ഞാൻ ഇത് നോക്കട്ടെ, അത്
27 വാക്യം ഉണ്ടോ, 9:27. ദൈവം യാഫേത്തിനെ വർദ്ധിപ്പിക്കട്ടെ, അവൻ ശേമിന്റെ കൂടാരങ്ങളിൽ വസിക്കും. അവൻ എന്ന് പറയുന്ന ആരാണ്? ദൈവം. അല്ലാണ്ട് യാഫേത്ത് ശേമിന്റെ കൂടാരങ്ങളിൽ വസിക്കും എന്നല്ല. ദൈവം യാഫേത്തിനെ വർദ്ധിപ്പിക്കട്ടെ, അവൻ ശേമിന്റെ കൂടാരങ്ങളിൽ വസിക്കും, കനാൻ അവരുടെ ദാസനാകും. അപ്പൊ ഈ ഈ കാര്യം മനസ്സിലായി. അപ്പൊ ഇനി ശേമിന്റെ സന്തതി പരമ്പരയിലാണ് ഈ സ്ത്രീയുടെ സന്തതി വരാൻ പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. ഈ ശേമിന്റെ സന്തതി പരമ്പരകളിൽ നിന്ന് ആണ് പിന്നെ ദൈവം എന്ത് ചെയ്യുന്നത്? അബ്രഹാമിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇത് ഓരോരോ മനുഷ്യവംശത്തിനെ സംബന്ധിച്ച് പിന്നീട് ജലപ്രളയത്തിന് ശേഷം ഭാഷകൾ ഉണ്ടാകുന്നു. പല ഇതായിട്ട് മനുഷ്യർ പല ഭാഷകൾ സംസാരിക്കുന്നവരൊക്കെ ഓരോരോ വിഭാഗമായിട്ട് തിരിഞ്ഞ് പല ഇതിലേക്ക് ഭൂതലമൊക്കെയും ചിതറിപ്പോയി അവരെല്ലായിടത്തും ആകുന്നുണ്ട്. അപ്പൊ ഈ കേട്ട കഥകളൊക്കെ അവരുടെയും ഉള്ളിലുണ്ട്. പിതാക്കന്മാരിൽ നിന്ന് കേട്ടിട്ടുള്ള ആ കഥകൾ ഒരുമാതിരി മതങ്ങളിൽ നമ്മൾ നോക്കിയാൽ പുരാതന മതങ്ങളിലൊക്കെ ഒരു രക്ഷകനെ കുറിച്ചുള്ള, ദൈവ രക്ഷകനായിട്ട് വരുന്നതിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു മിത്ത് അവരുടെ ഉള്ളിൽ അവരുടെ ഇതിഹാസങ്ങളിലൊക്കെ കാണാം. അത് ഈ വിധത്തിൽ കിട്ടിയതാണ്. അത് മനുഷ്യകുലം ഇങ്ങനെ പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ അപ്പോൾ ദൈവം പറയാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇവിടെ ഇത് കേട്ടപ്പോൾ ഒരുപക്ഷെ അബ്രഹാം ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, പിതാക്കന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ദൈവം ആദമിനോട് വാഗ്ദത്തം ചെയ്തിട്ടുള്ള സ്ത്രീയുടെ സന്തതി താനാണെന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവർ ഞാൻ ശപിക്കും, നീ മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് കുറച്ചാൾ കഴിഞ്ഞതിന് ശേഷം, കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ പറയാണ്, ദൈവം അബ്രാമിനോട് പറയാണ്, നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു. അപ്പൊ നീ മുഖാന്തരമല്ല, നിന്റെ സന്തതി മുഖാന്തരമാണ് ഭൂമിയിലുള്ള ആളുകൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അബ്രഹാം ചിന്തിച്ചിട്ടുണ്ടായിരിക്കും വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക്. അപ്പൊ ഇസഹാക്ക് മുഖാന്തരമായിരിക്കും ഈ ദൈവം പറഞ്ഞ അന്ന് അയൽനോട്ടത്തിൽ പറഞ്ഞ സ്ത്രീയുടെ സന്തതി ഇസഹാക്കായിരിക്കുന്നു. പക്ഷേ പിന്നീട് ദൈവം ഇസഹാക്കിനോട് പറയുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകം 26:5 പറയാണ്, ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ആദാമിനോട് വാഗ്ദത്തം ചെയ്ത ആ സ്ത്രീയുടെ സന്തതി താനല്ല, തൻ്റെ മകനാണ്, തൻ്റെ സന്തതിയാണെന്ന് മനസ്സിലായി. അപ്പോൾ യാക്കോബായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കാരണം ഏശാവിനെ തള്ളി യാക്കോബിനെ സ്വീകരിച്ചു ഉണ്ട്. അപ്പോൾ യാക്കോബാണ്. പക്ഷെ യാക്കോബിനോട് ദൈവം പറയുകയാണ്, ഉൽപ്പത്തി പുസ്തകം 28:14 പറയാണ്, നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും, നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പറക്കും, നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഈ വാഗ്ദത്തം കിട്ടുന്ന സമയത്ത് യാക്കോബ് അവിവാഹിതനാണ്. അപ്പോൾ മനസ്സിലായി താനല്ല. അപ്പം പറഞ്ഞിട്ടുണ്ടായിരിക്കും, ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നീയാണ് വാഗ്ദത്ത സന്തതി എന്നാണ്. പക്ഷെ താനല്ല, തൻ്റെ സന്തതിയാണെന്ന് മനസ്സിലായി. കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷെ തനിക്ക് സന്തതി ഉണ്ടാവും, അവനാണെന്ന്. പിന്നീട് യാക്കോബ് മരിക്കാൻ കിടക്കുകയാണ്. മരണക്കിടക്കയെ വെച്ചിട്ട് മക്കളെ അനുഗ്രഹിക്കുമ്പോൾ, യഹൂദ എന്ന് പറയുന്ന ആളെ അനുഗ്രഹിക്കുമ്പോൾ യഹൂദയോട് പറയാണ്, ഉൽപ്പത്തി പുസ്തകം 49:10 വാക്യത്തിൽ, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങി പോവുകയില്ല, ജാതികളുടെ അനുസരണം അവനോടാകും. അപ്പോൾ മനസ്സിലായി, യഹൂദ എന്നാണ് അത് വരുന്നത്. യഹൂദ സന്തതിയാണെന്നല്ല, യഹൂദയിൽ നിന്ന് ഈ സന്തതി വരും എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ ഇതിന് കൃത്യമായിട്ടുള്ളൊരു ഇതുണ്ട് കേട്ടോ, നിങ്ങൾ നോക്കണം. ഉൽപ്പത്തി ഏദൻ തോട്ടത്തിൽ വെച്ചിട്ട് അവരോട് പറയുന്നു, അത് കഴിഞ്ഞ് പിന്നെ നോഹയോട് പറയുന്നു, നോഹയോട് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അബ്രഹാമിനോട് പറയുന്നു, ഇസ്ഹാക്കിനോട് പറയുന്നു, യാക്കോബിനോട് പറയുന്നു. യാക്കോബ് ഇപ്പോൾ പറഞ്ഞ യഹൂദയിൽ നിന്നാണ് ഈ സന്തതി വരാൻ പോകുന്നത്. പിന്നീട് ഈ യഹൂദ ഗോത്രത്തിൽപ്പെട്ട ദാവീദിനോട് ദൈവം പിന്നെ പറയുന്നുണ്ട്, ദാവീദുമായിട്ട് ഉടമ്പടി ചെയ്യുന്നുണ്ട്. ശമൂവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോട് കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എൻ്റെ നാമത്തിനൊരു ആലയം പണിയും, ഞാൻ അവന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം എന്നേക്ക് സ്ഥിരമാക്കും, ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് ദാവീദിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ കുറിച്ചാണ് പറയുന്നത്. ഇത് സോളമനല്ല, ശലോമോനൊന്നും അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ രാജ്യത്തിന്റെ സിംഹാസനം എന്നേക്ക് സ്ഥിരമാക്കുമെന്നാണ് പറഞ്ഞത്. ശലോമോന്റെ രാജ്യത്തിന്റെ സിംഹാസനം അത് സ്ഥിരമായിരുന്നില്ല. ശലോമോൻ മരിച്ചപ്പോൾ തന്നെ രാജ്യം രണ്ടായി വിഭാഗിക്കപ്പെടുകയാണ്. പിന്നെ ജീവിതാന്ത്യത്തിൽ ഈ ശലോമോൻ സത്യദൈവത്തെ വിട്ട് മുളച്ച വിഗ്രഹങ്ങളിലേക്കൊക്കെ തിരികെയൊക്കെ ചെയ്തു. അവൻ പണിത ആലയവും സ്ഥിരമായിരുന്നില്ല. അത് നെബൂഖദ്നേസർ BC 587-86 കാലഘട്ടത്തിൽ ബാബിലോണിയൻ ചക്രവർത്തിയായിരുന്ന നെബൂഖദ്നേസർ അത് നശിപ്പിച്ച് കളയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ സന്തതിയല്ല, ശലോമോനല്ല. പിന്നെ ആരാണ്? സോളമനല്ല. പിന്നെയും ഇതായിട്ട് വരുമ്പോഴാണ് ആ വംശപരമ്പരയിൽ വരുന്ന ആൾ, ഈ യഹൂദ ഗോത്രത്തിൽപ്പെട്ട ഈ ദാവീദിന്റെ ആ കുലത്തിൽപ്പെട്ട
ഒരു വ്യക്തിയോട് ദൈവം പിന്നെ ഇടപെടുന്നുണ്ട്. അതിനു മുമ്പ് പിന്നെ പ്രവാചകന്മാർ ഇതിനിടയിൽ, അത് നമ്മൾ പുതിയ നിയമത്തിലാണ് കാണുന്നത്, അതിനിടയിലുള്ള സമയത്ത് ഈ ദാവീദിൻ്റെയൊക്കെ കാലശേഷം പിന്നെ പ്രവാചകന്മാരിലൂടെ ഈ സന്തതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാണ്, വരാനിരിക്കുന്ന സന്തതിയെക്കുറിച്ച്. എവിടെയാണ് അവൻ ജനിക്കുക എന്നുള്ള കാര്യം മീഖ 5:2 പറയാണ്, നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും എന്ന് പറയുന്നത്. അപ്പോൾ ബേത്ലഹേം എഫ്രാത്ത, 2 എഫ്രാത്ത ഉണ്ടായിരുന്നു. ഒന്ന് സെബൂലും ഗോത്രത്തിൽ ഒരു എഫ്രാത്ത ഉണ്ടായി, എഫ്രാത്ത അല്ല, സോറി, ബത്ലഹേം. സെബൂലും ഗോത്രത്തിൽ ഒരു ബത്ലഹേം ഉണ്ടായിരുന്നു, പിന്നെ എഫ്രാത്തയിൽ ഒരു ബത്ലഹേം ഉണ്ട്. അപ്പോൾ 2 ബത്ലഹേം ഉള്ളതുകൊണ്ടാണ് കൃത്യമായിട്ട് പ്രവാചകൻ പറഞ്ഞത് എഫ്രാത്തയിലുള്ള ബത്ലഹേമിൽ നിന്ന് ഇവൻ ജനിക്കും എന്നുള്ളത്. പിന്നെ യെശയ്യാവ് പറയുന്നുണ്ട് കന്യകയിൽ നിന്ന് ആയിരിക്കും ജനിക്കുക എന്ന്, യെശയ്യാവ് 7:14. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് പറയുന്നത്. അപ്പോൾ അത് കന്യകയിൽ നിന്നാണ് ഈ സന്തതി ജനിക്കാൻ പോകുന്നത്. ഇനി ഈ സന്തതി അത് വീരനാം ദൈവം തന്നെയാണെന്നും പ്രവാചകൻ പറയുന്നുണ്ട്. യെശയ്യാവ് 9:6 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അപ്പോൾ വീരനാം ദൈവം തന്നെ എന്ന് വെച്ചാൽ ദൈവം തന്നെ മനുഷ്യനായിട്ട് വരുന്നതാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി ആവർത്തന പുസ്തകം 18:18 വരുമ്പോൾ അവിടെ ഈ സന്തതി മോശയെ പോലെ തൻ്റെ ജനവുമായിട്ട് ഉടമ്പടി ചെയ്ത, ഉടമ്പടിക്ക് മധ്യസ്ഥ മോശയായിരുന്നു. ഇസ്രായേൽ ജനവുമായിട്ട് ദൈവം ഒരു ഉടമ്പടി ചെയ്തപ്പോൾ ഉടമ്പടിയുടെ മധ്യസ്ഥനായിട്ട് നാൾ മോശയാണ്. അതുപോലെ തന്നെ ദൈവം ലോകത്തുള്ള മറ്റെല്ലാ മനുഷ്യരുമായിട്ട് ഉടമ്പടി ചെയ്യുകയാണ്. ആ ഉടമ്പടിയുടെ മധ്യസ്ഥനായിട്ട് നിൽക്കുന്നത് ഈ വരുന്ന സന്തതിയായിരിക്കും എന്ന് പറയുന്നത്. അതാണ് ആവർത്തനം 18:18. നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവരുടെ നാവിന്മേലാക്കും, ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയുന്നു പറയുന്നത്. അപ്പോൾ മോശയ്ക്ക് ശേഷം സ്നാപയോഹന്നാൻ വരെയുള്ള പ്രവാചകന്മാരെല്ലാവരും യഹോവയായ ദൈവം മോശ മുഖാന്തരം തൻ്റെ ജനവുമായി ചെയ്ത ഉടമ്പടിയുടെ പ്രചാരകർ മാത്രമായിരുന്നു. അവരാരും വേറൊരു ഉടമ്പടിയുടെ മധ്യസ്ഥരായി നിന്നിട്ടില്ല. ഈ പ്രവാചകന്മാരിലൂടെ ആരിലൂടെയും ദൈവം വേറൊരു ഉടമ്പടി സ്ഥാപിച്ചിട്ടുമില്ല. അപ്പം മോശയെ പോലെയുള്ള പ്രവാചകൻ എന്നുള്ള പദവി ലഭിക്കണമെങ്കിൽ ഈ വാഗ്ദത്ത സന്തതി പുതിയൊരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിട്ട് നിൽക്കേണ്ട ആളാണ്. പിന്നെ സഖരിയാവ് 6:12 പറയുന്നുണ്ട് ഈ വാഗ്ദത്ത സന്തതി ഇസ്രായേലിൻ്റെ രാജാവായിരിക്കും. അപ്പോൾ ഇനി സഖരിയാവ് 6:13 പറയുന്നത് രാജാവ് മാത്രമല്ല, അവൻ പ്രവാചകനും പുരോഹിതനുമായിരിക്കും. രാജാവും പ്രവാചകനും പുരോഹിതനുമാണ്. യെശയ്യാവിൽ 42 വരുമ്പോൾ 42:1-4 വരെയുള്ള വാക്യങ്ങളിൽ അവൻ യഹോവയുടെ ദാസനായിട്ടായിരിക്കും ഭൂമിയിൽ ഉണ്ടാവുക എന്ന് പറയുന്നു. യെശയ്യാവ് 52:14 പറയുന്നത് ഈ ദാസന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് അവൻ വിരൂപമാക്കപ്പെടും എന്ന് പറയുന്നു. യെശയ്യാവ് 53:5 പറയുന്നു നമ്മുടെ അകൃത്യത്തിനും അതിക്രമത്തിനും പകരമായിട്ടായിരിക്കും അവൻ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് പറയുന്നു. യെശയ്യാവ് 53:12 പറയുന്നു അനേകരുടെ പാപം വഹിച്ചുകൊണ്ട് അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയും എന്ന് പറയുന്നു. യെശയ്യാവ് 53:7 പറയുന്നത് തന്നെത്താൻ താഴ്ത്തി വായി തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെടും എന്നാണ്. യെശയ്യാവ് 61:1 പറയുന്നത് അവൻ എളിയവരോട് സദ്വർത്തമാനം, സുവിശേഷം പറയുന്ന സദ്വർത്തമാനം ഘോഷിക്കും. യെശയ്യാവ് 61:1 തന്നെ പറയുന്നത് യഹോവയുടെ ആത്മാവ്, പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. പിന്നെ യെശയ്യാവ് 40:3 മലാക്കി 3:1 പറയുന്നുണ്ട് അവൻ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പേ അവന് വഴിയൊരുക്കാൻ വേണ്ടി മറ്റൊരാൾ വരുമെന്ന് പറയുന്നത്. അത് സ്നാപയോഹന്നാനെ കുറിച്ചുള്ള പ്രവചനമാണ്. പിന്നെ അവൻ മരിക്കുന്നത് സങ്കീർത്തനം 22:16 പറയുന്നത് അവൻ മരിക്കുന്നത് കൈകാലുകൾ തുളയ്ക്കപ്പെട്ടിട്ടായിരിക്കും. അവരുടെ കൈകളെയും കാലുകളെയും തുളച്ചു എന്ന് പറയുന്നത് സങ്കീർത്തനം 22:16. സങ്കീർത്തനം 22:8 നമ്മൾ കാണുന്നത് അവൻ്റെ മരണത്തിൽ അവൻ്റെ വസ്ത്രം പങ്കിടപ്പെടും, അവൻ്റെ അങ്കിക്ക് വേണ്ടി ചീട്ടിടും എന്നുള്ളതാണ്. സങ്കീർത്തനം 41:9 പറയുന്ന അവൻ്റെ കൂടെയുള്ള ആൾ അവനെ വഞ്ചിക്കുമെന്നാണ്. സങ്കീർത്തനം 16:10 പറയുന്ന അവൻ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും. ഇനിയുണ്ട്, ധാരാളം ഉണ്ട്, ഞാൻ കുറച്ച് ഒരു 10 പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഏദൻ തോട്ടത്തിൽ മുതലേ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ സ്ത്രീയുടെ സന്തതി അത് കൃത്യമായിട്ട് ദൈവം അത് വെളിപ്പെടുത്തും. അത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പുരോഗമനാത്മകമായ വെളിപ്പാടെന്ന് പറഞ്ഞത്. വെളിപ്പാടിൽ അതിൻ്റെ പുരോഗതിയുണ്ട്. ആദ്യം സ്ത്രീയുടെ സന്തതി എന്ന് മാത്രം പറഞ്ഞു, പിന്നെ പറയുന്ന അവൻ സെമിറ്റിക് വംശജനായിരിക്കും, ഷേമിൻ്റെ കൂടാരങ്ങളിലായിരിക്കും അവൻ വരാൻ പോകുന്നത്. പിന്നെ ഷേമിൻ്റെ ഇതിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുന്നു അബ്രഹാമിൻ്റെ സന്തതിയായിട്ട് വരും. അബ്രഹാമിൻ്റെ മകൻ ഇസാക്കിനോട് പറഞ്ഞു നിന്റെ സന്തതിയായിട്ട് വരും. ഇസാക്കിനോട് പറഞ്ഞു നിന്റെ സന്തതിയായിട്ട് വരും. യാക്കോബ് പറയാണ് യഹൂദയിൽ നിന്ന് വരും. യഹൂദ ഗോത്രത്തിൽ നിന്ന് ഒരു കുടുംബത്തെ എടുക്കുകയാണ്, ദാവീദ് എന്ന് പറയുന്ന ആളുടെ കുടുംബം. ദാവീദിൻ്റെ സന്തതിയായിട്ട് വരും. പിന്നെ ആ വരുന്ന സന്തതി എങ്ങനെയാണ്, എവിടെ ജനിക്കുന്നു, എങ്ങനെയായിരിക്കും ജനിക്കുക, അവന് എങ്ങനെ ജീവിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ പ്രവചന നിവൃത്തിയായിട്ടാണ് എന്തുണ്ടാകുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ദാവീദിൻ്റെ സന്തതി വരുന്ന യോസേഫ് എന്ന് പറയുന്ന ആൾ, അന്ന് ഇസ്രായേലിൻ്റെ രാജാധികാരം ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് റോമാക്കാരാണ് ഭരിക്കുന്നത്. പക്ഷെ റോമാക്കാർക്ക് പകരം രാജഭരണം അവർക്കുണ്ടായിരുന്നെങ്കിൽ
ആ അന്ന് രാജാവായിരിക്കേണ്ട ആൾ ഈ യോസെഫാണ്. ആ രാജാധികാരമുള്ള ആളാണ്. അപ്പോൾ ആ യോസെഫിൻ്റെ അടുക്കൽ ദൈവദൂതൻ വന്നിട്ട് പറയുന്നു, നീ വിവാഹം ചെയ്യാനിരിക്കുന്ന വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന സ്ത്രീ. അപ്പോൾ മറിയ ഗർഭിണിയായി എന്ന് അറിഞ്ഞപ്പോൾ യോസെഫ് ഉപേക്ഷിക്കാൻ വിചാരിക്കും. അപ്പോൾ യോസെഫിൻ്റെ അടുക്ക് വന്നിട്ട് പറയുകയാണ്, നീ അവളെ ഉപേക്ഷിക്കരുത്. ഞാൻ ഇതൊന്ന് വായിക്കാം, മത്തായി സുവിശേഷത്തിൽ നിന്ന് അത് വായിക്കാം. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം മുതൽ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസെഫിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസെഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസെഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്ക കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. അപ്പോൾ ഇതിനു മുമ്പ് മറിയയുടെ അടുക്കലും വരുന്നുണ്ട്. അത് ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ്. മറിയയുടെ അടുക്ക വന്നിട്ടുണ്ട്. മറിയയുടെ അടുക്ക വരുന്നതിനേക്കാൾ മുമ്പ് സക്കരിയാവിൻ്റെ അടുക്ക വരുന്നുണ്ട്. അത് ഞാൻ വേറൊരു ഇതിൽ ഞാൻ പറഞ്ഞുതരാം, തെളിവിനോട് ബന്ധത്തിൽ. ഈ മറിയയുടെ അടുക്ക വന്നിട്ട് പറയുകയാണ് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 27 മുതൽ, ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ച് ഇതെന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം തന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്ക് രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിശബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. അപ്പൊ ഇതിനു മുമ്പ് ഈ സക്കരിയാവിന്റെ അടുക്കൽ എലീശബത്ത് എന്ന് പറയുന്ന ഇവർ രണ്ടുപേരും വൃദ്ധരാണ്. സക്കരിയാവിന്റെ ഭാര്യയാണ് എലിശബത്ത്. സക്കരിയാവിനും അവർക്ക് മക്കളില്ല. പൂര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യോഹന്നാ സ്നാപകൻ ജനിക്കുന്നതിന്റെ കാര്യം അതിലും ഇതുണ്ട്. അവിടെ ദൈവാലയത്തിനകത്ത് ഈ പുരോഹിതനായ സക്കരിയാവ് ധൂപം കാട്ടാൻ വേണ്ടി ചെല്ലുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം മുതൽ, ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സക്കരിയാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കരിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിശബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവൻ അമ്മയപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. സക്കരിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ജനം സക്കരിയാവിനായി കാത്തിരുന്നു. അവൻ മന്ദിരത്തിൽ താമസിച്ചാൻ ആശ്ചര്യപ്പെട്ടു. പിന്നെ നമ്മൾ വായിക്കുന്നു, അവൻ ഊമനായി തീർന്നു എന്നുള്ളതാണ്. അവൻ പുറത്ത് വന്നാറെ അവരോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടു എന്ന് അവൻ അറിഞ്ഞു. അവൻ അവർക്ക് ആംഗ്യം കാട്ടി ഊമനായി പാർത്തു. അപ്പൊ ഇവിടെ വേറെ ഒരു കാര്യം, ഞാനിത് എടുത്തത് വേറെ ഇതിലാണ്. രണ്ടുപേരും അവിശ്വസിക്കുകയാണ്. സക്കരിയാവും അവിശ്വസിക്കുന്നു. സക്കരിയാവിനോട് കാര്യം പറയുമ്പോൾ സക്കരിയാവ് അവിശ്വസിച്ചു. മറിയയും ചോദിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ, ഞാൻ പുരുഷനെ അറിയാമെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും, നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കുന്നത്. രണ്ടുപേരും അവിശ്വസിച്ചു. പക്ഷെ സക്കരിയാവിനെ മാത്രം ശിക്ഷിക്കുകയും ചെയ്തു. ഇതെന്തുകൊണ്ടാണ്? അവിടെയാണ് ദൈവം തെളിവുകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം. അതായത് മറിയ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. എന്നാൽ സക്കരിയാവ് എന്ന് പറഞ്ഞാൽ പുരോഹിതനാണ്. പുള്ളി ഇത് ഇവരെ പഠിപ്പിക്കേണ്ട ആളാണ്, ദൈവവചനമൊക്കെ പഠിപ്പിക്കുന്ന ആളാണ്.
അപ്പോൾ ഇവര് തന്നെ ഈ സഖര്യാവ് വലിയ കാര്യത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മുടെ പിതാവായ അബ്രഹാം 99 വയസ്സുള്ളപ്പോൾ ദൈവം അവന് പ്രത്യക്ഷനായി ഒരു മകനെ തരുമെന്ന് പറഞ്ഞു, അങ്ങനെ 100-ാം വയസ്സിൽ അവൻ അപ്പനായി എന്നൊക്കെ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. അത്രയും പ്രായം സഖര്യാവിനായിട്ടില്ല ഇപ്പോൾ ഇവിടെ. 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ഒരു കുഞ്ഞിനെ കൊടുത്ത സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുകയും അതേ ദൈവം തൻ്റെ സ്വന്തം ജീവിതത്തിൽ ആ വൃദ്ധനായ സമയത്ത് തനിക്കൊരു കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞപ്പോൾ അവൻ അവിശ്വസിക്കുകയും ചെയ്തു. ആ വിശ്വാസത്തിനുള്ള ശിക്ഷയാണത്. എന്നാൽ മറിയ ചോദിക്കുന്നത് അങ്ങനെയല്ല, ന്യായമായ ചോദ്യമാണത്. കാരണം ഇതുവരേക്കും പുരുഷനില്ലാതെ സ്ത്രീയിൽ നിന്ന് മാത്രമായിട്ട് ഒരു കുഞ്ഞ് ജനിച്ചതായിട്ടൊരു സംഭവം ഇല്ല ഒരിടത്തും. അപ്പോൾ അങ്ങനെ ഇരിക്കും എനിക്കിത് അങ്ങനെ സംഭവിക്കും. അപ്പോൾ കൃത്യമായിട്ട് അതിന് മറുപടി കൊടുക്കണം. ഇതാണ് ബൈബിളിലെ ദൈവത്തിൻ്റെ സ്വഭാവം. നമ്മുടെ ന്യായമായ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി ബൈബിളിലെ ദൈവം തരും. അതേസമയം നമ്മൾ അവിശ്വാസമാണെങ്കിൽ ആ വിശ്വാസത്തിന് ദൈവം മറുപടി തരണം എന്നില്ല, ചിലപ്പോൾ ശിക്ഷ കിട്ടിയെന്ന് വരിക്കും. ഏതായാലും അതവിടെ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഇങ്ങനെ ഏദൻ തോട്ടത്തിൽ വെച്ച് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സന്തതിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളെല്ലാം ഉണ്ട്. ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിക്കൊണ്ട് യേശുക്രിസ്തു ജനിക്കുന്നു, ജീവിക്കുന്നു, 30-ാമത്തെ വയസ്സിൽ പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നു. 33.5 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവർ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തുവിനെ അനുഗമിച്ചിരുന്ന ധാരാളം ആളുകളുണ്ടായിരുന്നു, കൂടെയുള്ള ധാരാളം ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഭൂരിപക്ഷം പേരും ഇത് ചെയ്തിരുന്നില്ല, തള്ളിക്കളഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ ക്രൂശീകരണത്തിന് ശേഷം പിന്നെ ഉയർത്തെഴുന്നേൽക്കുന്നു. അത് കഴിഞ്ഞ് സുവിശേഷം പ്രചരിക്കപ്പെടുന്നു. അപ്പോൾ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതുവരേക്കും തള്ളിക്കളഞ്ഞുകൊണ്ടിരുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ ഏകദേശം 3000 പേരെ ഒറ്റയടിക്ക് രക്ഷിക്കപ്പെട്ടു വരുന്നു. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിട്ട് തീരുന്നു. പിന്നെ അത് 5000 ആകുന്നു, പിന്നെ പെരുകുന്നു, പിന്നെ ധാരാളമായിട്ട് സഭ പെരുകി വരുന്നു. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നിട്ട് മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാണ് എൻ്റെ പാപത്തിന് പരിഹാരമാകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടുള്ളതാണത്. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല, അത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നുള്ളത്. പക്ഷേ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിക്ക് പാപമോചനം ലഭിക്കും, അവൻ ദൈവത്തിൻ്റെ മകനായി അല്ലെങ്കിൽ മകളായിട്ട് തീരും എന്ന് പറയുന്നു. അപ്പോൾ ഇതെങ്ങനെയാണിത് സംഭവിക്കുന്നുള്ള കാര്യം കൂടി പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാം. കാരണം ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. അത് പറഞ്ഞില്ലെങ്കിൽ ഇത്ര നേരം പറഞ്ഞതൊക്കെ അപൂർണമായിട്ട് പോകും. ബൈബിൾ പറയുന്നത് ആദാം പാപം ചെയ്തതോടുകൂടി ദൈവവും മനുഷ്യരും തമ്മിൽ ശത്രുതയിലായി എന്നാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. നാം ദൈവത്തിൻ്റെ ശത്രുക്കളായി തീർന്നു എന്ന് പലയിടത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോദ്യം, കേവലം ഒരു അനുസരണക്കേടാണെങ്കിൽ അനുസരണക്കേടിൻ്റെ പേരിൽ എങ്ങനെയാണ് ശത്രുത വരിക? ഇപ്പോൾ വിവാഹം കഴിച്ചിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഭാര്യ ഭർത്താവിനെ 100% അനുസരിക്കൊന്നുമില്ല, എന്തെങ്കിലും കാര്യത്തിലൊക്കെ അനുസരണക്കേടൊക്കെ കാണിച്ചെന്നൊക്കെ വരും. ഈ അനുസരണക്കേട് കാണിച്ചതിൻ്റെ പേരിൽ ഭാര്യനെ ആരെങ്കിലും ശത്രുവായിട്ട് കരുതോ? ഒരിക്കലും ഇല്ലല്ലോ. അനുസരണക്കേട് കാണിൻ്റെ പേരിൽ ഒരാൾ ശത്രുവായിട്ട്, അനുസരണക്കേടിന് നമുക്ക് ദേഷ്യം വരും, ചിലപ്പോൾ വല്ല വഴക്കൊക്കെ പറഞ്ഞെന്ന് വരും, കുറച്ച് നേരത്തേക്കും ഉണ്ടായിരുന്നെന്ന് വരും, എന്തെങ്കിലുമൊക്കെ വരും, പിന്നെ അത് ശരിയാവും. അത് അനുസരണക്കേടിൻ്റെ പേരിൽ ഒരിക്കലും ശത്രു ആവുകയില്ല. എന്നാൽ ശത്രുവായിട്ട് വരുന്ന വേറൊരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ അത്രയും പകയോ ദേഷ്യം വരുന്നത് വിശ്വാസവഞ്ചന കാണിച്ചാൽ. ഭാര്യ ഭർത്താവിനോട് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോടാകട്ടെ ഒരു വിശ്വാസവഞ്ചന കാണിച്ച്, ഇപ്പോൾ ഭാര്യയുടെ ഉദാഹരണം എടുക്കുക, ഭാര്യ ഭർത്താവ് ഉണ്ടായിരിക്കെ ഭർത്താവിനെ വിട്ടിട്ട് മറ്റൊരു പുരുഷനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ വരുമ്പോൾ ഭർത്താവിന് സ്വാഭാവികമായിട്ട് അവളോട് ദേഷ്യം വരും, ശത്രുവായിട്ട്. എത്രയോ ഇത് നമ്മൾ വായിക്കാറുണ്ട്, പത്രങ്ങളിൽ വായിക്കുന്നത്, കൊന്നു കളഞ്ഞു എന്നുള്ളത്, അവിഹിത ബന്ധം കണ്ടുപിടിച്ചിട്ട് ഭാര്യനെ കൊന്നു കളയുന്നു. അപ്പം ഇത് സാധാരണയായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ ആദമിൻ്റെയും ഹവ്വയുടെയും കാര്യം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഇതേ വിധത്തിൽ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവർക്ക് അവരുടെ ദൈവമായിട്ട്, ദൈവം അവരുടെ മുമ്പായിട്ടുണ്ട്, അവരുടെ സൃഷ്ടാവ് ദൈവമായിട്ട് അവരോടൊപ്പം ഉള്ള ആളാണ്. പക്ഷെ ഈ സാത്താൻ വന്നിട്ട് പറയുകയാണ്, അപ്പോൾ ദൈവം അവർക്കൊരു കൽപ്പന കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം, പക്ഷെ നന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, അത് തിന്നുന്നതാണല്ലോ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു. അത് ഉൽപ്പത്തി പുസ്തകം 2-ന്റെ 16-17 വാക്യങ്ങളിലാണ് ആ കാര്യം പറഞ്ഞത്. തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും നിശ്ചയം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി 3-ന്റെ 4-5 വാക്യങ്ങളിൽ അവിടെ പിശാചു എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. തെറ്റായ കാര്യമാണ് ഇവിടെ പിശാച് പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഒരുപോലെ സത്യമാകില്ല, അല്ലെങ്കിൽ ഒന്നേ സത്യമാകുകയുള്ളൂ. ഒന്ന് സത്യമാണെങ്കിൽ മറ്റേത് നുണയാണ്. അപ്പോൾ പിശാച് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഒന്നാമതൊന്ന് പറയുന്നത് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അപ്പോൾ ഇത് ദൈവം പറഞ്ഞ എന്താണ്? ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും നിശ്ചയം.
അപ്പോൾ ദൈവം പറഞ്ഞ ഈ കാര്യം നുണയാണ്, അത് നീ വിശ്വസിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ മരിക്കൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം എന്നാണ് പറഞ്ഞത്, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അതായത് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഉന്നതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് നിങ്ങളുടെ നന്മയിൽ ദൈവത്തിന് താല്പര്യമില്ല. ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുന്നതിൽ ദൈവത്തിന് താല്പര്യമില്ല. നിങ്ങളുടെ നന്മ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് തിന്നരുതെന്ന് പറഞ്ഞത് എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ വരുമ്പോൾ ആദാമിനെയും ഹവ്വയെയും സംബന്ധിച്ച് ഒരു തിരഞ്ഞെടുപ്പിനുള്ള അവസരമാണിത്. അവരുടെ മുമ്പാകെ രണ്ടുപേര് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒരാൾ പറഞ്ഞതിന് നേരെ ഘടകവിരുദ്ധമായ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഒന്നുകിൽ അവർക്ക് പിശാചിനോട് പറയാം, ഞങ്ങൾ കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ടത് ദൈവത്തെയാണ്, ഇന്ന് വരെ ഈ ദൈവം ഞങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നീ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, നീ പൊക്കോന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കി വിടാം. അതല്ലെങ്കിൽ പിശാച് പറഞ്ഞത് മുഴുവൻ സത്യമാണ്, ദൈവത്തിന് ഞങ്ങളുടെ നന്മയിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ മരിക്കുമെന്ന് നുണ പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണെന്നും വിശ്വസിക്കാം. അപ്പോൾ ഏത് വിശ്വസിച്ചാലും മറ്റേതിനെ അവിശ്വസിക്കുകയും തള്ളിക്കളയുകയും വേണം. രണ്ടും ഒരുപോലെ വിശ്വസിക്കാനോ അംഗീകരിക്കാനും പറ്റില്ല. അപ്പോൾ ഇവിടെ ആദാം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ആദാം ദൈവത്തെ അവിശ്വസിക്കുകയും പിശാചിനെ വിശ്വസിക്കുകയും ചെയ്തു. ദൈവത്തെ തള്ളിക്കളയുകയും പിശാചിനെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പം ഇതാണ് പാപം എന്ന് പറയുന്നത്. കേവലം പഴം പറിച്ചതല്ല, ഈ ഒരു സംഭവമാണ്. ഹൃദയത്തിനകത്ത് ആദ്യം അവിശ്വാസം ഉണ്ടായി, ഹൃദയത്തിനകത്ത് ദൈവത്തെ അവിശ്വസിക്കുകയും ദൈവത്തെ തള്ളുകയും ചെയ്തു. എന്നിട്ട് പിശാച് പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കുകയും പിശാചിനെ സ്വീകരിക്കുകയും ചെയ്തു. ഇതാണ് പാപം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണെന്ന് ആദാം ചെയ്തത്. ഇപ്പം പറഞ്ഞല്ല, ദൈവത്തെ വിശ്വസിക്കുകയും തള്ളിക്കളയുകയും ചെയ്തു, പിശാചിനെ വിശ്വസിക്കുകയും അവനെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഹൃദയത്തിൽ നടന്ന ഈ സംഭവങ്ങളുടെ ബാഹ്യ പ്രകടനമാണ് പഴം പറിച്ചു തിന്നതിൽ അഥവാ അനുസരണക്കേടിലുള്ളത്. അനുസരണക്കേട് രണ്ടാമത് വന്നതാണ്. അനുസരണക്കേടല്ല പാപമായിട്ട് തീർന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ എത്ര അനുസരിച്ചാലും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്ന് ബൈബിൾ പറയുന്നത്. അനുസരണത്താലല്ല സ്വർഗത്തിൽ പോകാൻ പറ്റുന്നത്, വിശ്വാസത്താലാണ്. കാരണം ആദ്യം ഹൃദയത്തിൽ സംഭവിച്ചിരിക്കുന്നത് അവിശ്വാസം എന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഈ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ അവിശ്വാസവും അനുസരണക്കേടുമാണ് ആദ്യത്തെ പാപമായിട്ട് വന്നതെങ്കിൽ അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് വിശ്വാസവും സ്വീകരിക്കലുമാണ്. നമ്മളെല്ലാവരും ആദമിൽ വെച്ചേ പാപം ചെയ്തവരാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ ഓശയ പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 6-ാം അധ്യായം ഓശയ 6:7 പറയുന്നത്, എന്നാൽ അവർ ആദാം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു, അവിടെ അവർ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു എന്നാണ്. അവിടെ എന്ന് പറയുമ്പോൾ എവിടെ, അത് നമുക്ക് കൃത്യമായിട്ട് ഈ തർജ്ജമയിൽ നിന്ന് മനസ്സിലാവുകയില്ല. പക്ഷെ ഇത് POC തർജ്ജമയിൽ, കാത്തലിക്സിന്റെ POC തർജ്ജമയിൽ വളരെ ഭംഗിയായിട്ട് ആ കാര്യം വരുന്നുണ്ട്. അവിടെ നമ്മളിങ്ങനെ കാണുന്നത് അവർ ആദാമിൽ വെച്ച് എന്നോട് അവിശ്വസ്തത കാണിച്ചിരിക്കുന്നു എന്നാണ്. ആദാമിൽ വെച്ച്. അപ്പം നമ്മളെല്ലാവരും, മനുഷ്യവർക്കെല്ലാം ആദാമിൽ അടങ്ങിയിരുന്നു. ആദ്യത്തെ മനുഷ്യരിൽ നമ്മളെല്ലാവരും ഉണ്ട്. ഇപ്പോൾ ഒരു മാങ്ങേണ്ടിക്കകത്ത് എത്ര മാവുണ്ടെന്ന് ആർക്ക് പറയാൻ പറ്റും? അതിനൊരു മാവേ പുറത്ത് വരുന്നുള്ളൂ. പക്ഷെ അതിനുണ്ടാകുന്ന മാങ്ങ എത്രയാണ്? പിന്നെ ആ മാങ്ങകളിൽ നിന്ന് പിന്നെ ഇങ്ങനെയായിട്ട് വരികയുള്ളൂ, നമുക്കറിയാം. അതുപോലെ സകല മനുഷ്യരും ആദാമിൽ അടങ്ങിയിരുന്നു. ആ ആദാമിൽ നമ്മൾ അടങ്ങിയിരിക്കുന്ന സമയത്താണ് ആദാം ഇങ്ങനെ അവിശ്വസ്തത കാണിക്കുന്നത്. ആ അവിശ്വസ്തത നമ്മുടെ എല്ലാവരുടെയും മേലെ കണക്കിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, എന്നാൽ അവർ ആദാം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു, അവിടെ അവർ എന്നോട്, അല്ലെങ്കിൽ ആദാമിൽ അവർ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ സകല മനുഷ്യരും ഇങ്ങനെയാണ്, ഈ വിധത്തിലാണ് ദൈവത്തിൻ്റെ മുമ്പാകെ ഉള്ളത്. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ അവർ പൂർണ്ണതയുള്ളവരാണ്, അവർ മരണമില്ലാത്തവരാണ്, വസ്ത്രമില്ലാത്തവരാണ്, എന്നാൽ നഗ്നർ അല്ലാത്തവരുമായിരുന്നു. അതായത് വസ്ത്രത്തിന് പകരം ദൈവ തേജസ്സാണ് മനുഷ്യർക്ക് ഉണ്ടായിരുന്നത്, ദൈവ തേജസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ലോകത്ത് മനുഷ്യൻ മാത്രമാണ് വസ്ത്രം ധരിക്കുന്നത്. ബാക്കി ജീവികളൊക്കെ നോക്കിയാൽ വസ്ത്രം അവരുടെ ശരീരത്തിൽ തന്നെയുണ്ട്. ചിലതിന് രോമം, ചിലത് തൂവലുകൾ, ചിലതിന് ചെതുമ്പലുകൾ, ചിലതിന് പുറന്തോട് തുടങ്ങി വിവിധ രീതികളിലുള്ള വസ്ത്രം അവയുടെ ശരീരത്തിൽ തന്നെയുണ്ട്. അതുപോലെ സൃഷ്ടിപ്പിന്റെ സമയത്ത് മനുഷ്യനുണ്ടായിരുന്ന വസ്ത്രം എന്ന് പറയുന്നത് ദൈവ തേജസ്സായിരുന്നു. എന്നാൽ ആദാവും ഭാര്യയും പാപം ചെയ്തതോടുകൂടി ദൈവ തേജസ് അവർ വിട്ടുപോയി. അപ്പോഴാണ് അവർ നഗ്നരായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നത്, അവർ കാണുമ്പോൾ, പരസ്പരം കാണുമ്പോൾ. അപ്പോൾ ഇതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, റോമർ 3:23 പറയുന്നത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് പറയുന്നത്. പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു, അതായത് ആദാമിൽ വെച്ച് സംഭവിച്ച കാര്യമാണ്. അല്ലാതെ പാപം ചെയ്തിട്ടൊരു മനുഷ്യൻ പാപിയാവണമെങ്കിൽ അവൻ ജനിക്കുമ്പോഴേ ദൈവ തേജസ്സോടുകൂടി ജനിക്കുകയും അവൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ പാപം ചെയ്യുന്ന സമയത്ത് ദൈവ തേജസ് അവനെ വിട്ടു പോവുകയും വേണം. പക്ഷെ അങ്ങനെയല്ലോ സംഭവിക്കുന്നത്. എല്ലാവരും ദൈവ തേജസ് ഇല്ലാത്തവരായിട്ട് ജനിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴല്ല, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ആദമിൽ വെച്ച് ഇത് സംഭവിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു വിത്തിന് കേട് വരുത്തുകയാണെങ്കിൽ, ഇപ്പോൾ ജനിതക മാറ്റം വരുത്തിയ വിത്ത്, ആ വിത്തിന് എന്തെങ്കിലും കേടോ ഗുണോ എന്താകട്ടെ ഒരു മാറ്റം വരുത്തിയാൽ ആ മാറ്റം അനുസരിച്ചായിരിക്കും പിന്നെ അതിന് വരുന്ന സസ്യങ്ങളൊക്കെ, ബാക്കിയുള്ളതെല്ലാം അങ്ങനെ തന്നെയാണ്. ഇതേ വിധത്തിൽ തന്നെയാണ് എല്ലാ മനുഷ്യരുടെയും വിത്തെന്ന് പറയുന്നത് ആദാമാണ്. ഹവ്വ അടക്കമുള്ള സകല മനുഷ്യരും ആദാമിൽ നിന്നുണ്ടായവരാണ്.
അപ്പോൾ ആദാമിന് കേട് സംഭവിച്ചപ്പോൾ, അഥവാ ആദാം പാപം ചെയ്ത് മരണത്തിന് വിധേയനായി തീർന്നപ്പോൾ, അതിനകത്തുള്ള പിന്നെയുള്ള മനുഷ്യരെല്ലാവരും മരണത്തിന് വിധേയരായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് പരിഹാരം എന്ന് പറയുന്നത് കേടില്ലാത്തൊരു വിത്തിൽ നിന്നും വീണ്ടും ജനിക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഈ കേട് പരിഹരിക്കാൻ കഴിയൂ. അതല്ലാതെ വേറെ ഒരു വിധത്തിലും പറ്റില്ല. അപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുന്ന എല്ലാ മനുഷ്യരും കേടുള്ള ആളുകളായതുകൊണ്ട് കേടില്ലാത്ത ഒരാൾ വരണമെങ്കിൽ അവൻ സാധാരണഗതിയിലുള്ള പ്രകൃതിയുടെ ജനന നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് വരണം. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന് കന്യകയിൽ നിന്ന് ജനിക്കേണ്ടി വന്നത്. ഇപ്പൊ ഇസ്ലാമിലെ ഈസാ നബി എന്തുകൊണ്ടാണ് കന്യകയിൽ നിന്ന് ജനിച്ചത് എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണം പറയാനില്ല അവിടെ. പക്ഷെ ഇവിടെ ബൈബിളിൽ യേശുക്രിസ്തു എന്തുകൊണ്ട് കന്യകയിൽ നിന്ന് ജനിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കാരണമുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ നമ്മൾ ആദാമിനുണ്ടായിരുന്നുകൊണ്ട് ദൈവത്തെ അവിശ്വസിക്കുകയും തള്ളിക്കളയുകയും പിശാചിനെ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും എന്നുള്ള ആ ആദാം ചെയ്ത പാപത്തിന് നമ്മൾ ഓഹരിക്കാരാണ്. അതിനാണ് നമ്മൾ പരിഹാരം ഉണ്ടാക്കേണ്ടത്. അത് ചെയ്യാതെ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഇവിടെ പാപം എന്ന് പറയുന്ന സംഗതി ചെയ്തിരിക്കുന്നത് ദൈവത്തിന് നേരെയാണ്. ഇപ്പോൾ ഞാൻ നബീലിനോട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, നബീലിന് ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയിൽ കഠിനമായ എന്തെങ്കിലും ഒരു ചെയ്തു, പിന്നെ എനിക്ക് മനസ്താപം ഉണ്ടാവുകയാണ്, അശോ ചെയ്തത് തെറ്റായിപ്പോയി, അങ്ങനെ ചെയ്യാൻ. അപ്പൊ ഇതിന് പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജോലി സ്ഥലത്തുള്ള ആൾക്കാർക്ക് കുറേ ദാനധർമ്മങ്ങൾ, അല്ലെങ്കിൽ നാട്ടിലുള്ള പല ആൾക്കാർക്കും പല കാര്യങ്ങളും ചെയ്താലും നബീലിന് എന്നോടുള്ള വിഷമം മാറില്ല. കാരണം ഞാൻ ചെയ്തത് നാട്ടുകാരോടല്ല, ഞാൻ നബീലിനോടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നബീലിൻ്റെ അടുക്ക തന്നെ വന്ന് അതിന് പരിഹാരം ഉണ്ടാക്കണം. ഇതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരും പാപം എന്ന് പറയുന്ന സംഗതി ചെയ്തിരിക്കുന്നത് ദൈവത്തോടാണ്. അതിന് പരിഹാരം വരുത്താതെ ഭൂമിയിൽ മനുഷ്യർക്ക് എത്ര നന്മ നമ്മൾ ചെയ്താലും, നന്മ ചെയ്യണ്ടെന്നല്ല, അത് ചെയ്യണം, അത് വേണ്ടെന്ന് പറയുന്നില്ല, അത് വേറെ കാര്യത്തിലാണ്. എന്നാൽ ഇവിടെ പാപപരിഹാരത്തിന് വേണ്ടി അപ്പൊ ഇത് ഈ ദൈവത്തിനോട് ആദാമിൽ വെച്ച് ചെയ്ത കുറ്റത്തിന് പരിഹാരം വരുത്താതെ ഭൂമിയിലുള്ള മനുഷ്യർക്ക് നമ്മൾ ദാനധർമ്മങ്ങളോ സൽപ്രവൃത്തികളോ ചെയ്താൽ മതി, ദൈവം പ്രസാദിക്കും എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. അത് വെറുതെ ഒരു വിചാരം മാത്രമാണ്. അപ്പൊ ഇവിടെ നേരത്തെ ഞാൻ പലവട്ടം പറഞ്ഞ സംഗതി പിന്നെയും പറയാണ്, ദൈവത്തെ അവിശ്വസിച്ചു എന്നുള്ളതിന് പരിഹാരം എന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ തള്ളിക്കളഞ്ഞു എന്നുള്ളതിന് പരിഹാരം ദൈവത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് യേശുക്രിസ്തു കടന്നു വരുന്നത്. ദൈവം നീതിമാനായതുകൊണ്ട് ദൈവത്തിന് നമ്മൾ ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുക്കാതെ വിടാൻ പറ്റില്ല. അപ്പോൾ തന്നെ ദൈവം സ്നേഹമായതുകൊണ്ട് ദൈവത്തിന് നമ്മളെ നാശത്തിലേക്ക് തള്ളിയിടാനും പറ്റില്ല, നരകത്തിലേക്ക് വിടാനും പറ്റില്ല. അപ്പൊ ഇതിനു വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന പരിഹാരമാണ് യേശുക്രിസ്തു യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം എന്നുള്ളത്. പാപം ചെയ്ത മനുഷ്യൻ മരിക്കണം എന്നുള്ളത് ദൈവനീതി. ആ ദൈവനീതി നിറവേറ്റാനാണ് യേശുക്രിസ്തു വന്നത്. യേശുക്രിസ്തു പാപം ചെയ്തിട്ടില്ല, അവൻ നമ്മുടെ പാപങ്ങളെ തൻ്റെ മേൽ ചുമത്തുകയായിരുന്നു എന്ന് പത്രോസ് അപ്പോസ്തലൻ, പത്രോസ് 2:22-24 വാക്യങ്ങൾ, 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ അവിടെ പറയുന്നത്, അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, നമ്മുടെ അകൃത്യത്തിന് അവൻ തൻ്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പാപമൊക്കെ യേശുക്രിസ്തു ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. മരിക്കുക മാത്രമല്ല, നമ്മുടെ നീതീകരണത്തിന് വേണ്ടി അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. റോമർ 4:24 പറയുന്നുണ്ട്, നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ നമ്മുടെ പാപത്തിനെ അവൻ ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ ശിക്ഷിച്ചു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളല്ല ഈ പാപത്തിന്റെ ഉത്തരവാദി. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ആദമിൽ വെച്ച് സംഭവിച്ചതാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും പാപം ചെയ്തിട്ട് പാപിയായി തീർന്നതാണെങ്കിൽ അതിന് പരിഹാരം വരുത്തി ആ പാപത്തിൽ നിന്ന് എനിക്ക് തിരിച്ചു വരാം, ആ പാപത്തിലെ ഒരു പ്രായശ്ചിത്തം വരുത്താം. പക്ഷെ ഇത് ഞാൻ ജനിക്കുമ്പോഴേക്കാളും മുമ്പേ ഇത് സംഭവിച്ചു പോയി. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജന്മനാ എനിക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് പുറമേ നിന്ന് ഒരാളുടെ സഹായം ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള ഒരു കാര്യം നമ്മളിത് കേട്ട് കഴിയുമ്പോൾ, സുവിശേഷം കേട്ട് കഴിയുമ്പോൾ ഞാൻ പറയാണ്, യേശുക്രിസ്തുവിനെ ഞാൻ കർത്താവായിട്ട് സ്വീകരിക്കുന്നു. യേശുക്രിസ്തു എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു, ഞാനത് വിശ്വസിക്കുന്നു, യേശുക്രിസ്തുവിനെ എൻ്റെ കർത്താവായിട്ട് സ്വീകരിക്കുന്നു ഒരാൾ പറയുന്നു. അങ്ങനെ പറയുന്ന ആ നിമിഷം അവന് പാപപരിഹാരം ലഭിക്കും, പാപമോചനം കിട്ടും. ഇതാണ് ബൈബിളിന്റെ പഠിപ്പിക്കൽ. അപ്പൊ ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ചെയ്യുന്നത് ഇതാണ്: ദൈവമേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു, എന്നാൽ എന്നെ സ്നേഹിച്ച് എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഞാനിത് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി മരിച്ച യേശുവിനെ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ കർത്താവായിട്ട്, നാഥനായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. ഇതാണ്, ഈ ഒരു ഉടമ്പടിയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതില് എങ്ങനെയാണ് ഇതിന് പരിഹാരം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ സമ്മതിക്കുന്ന ദൈവം മുമ്പാകെ ഞാനൊരു പാപിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് അത് പരിഹാരമായിട്ട് വരുന്നതെന്ന് വെച്ചാൽ, അന്ന് ആദാമിനോട് പിശാചു എന്ന് പറഞ്ഞത്, നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾ തിന്നാൽ നിങ്ങൾ മരിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരാൾ പാപിയാണ്. അനിൽ ബ്രദറെ, ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കണം കേട്ടോ. ഞാനൊരു 3 മിനിറ്റും കൂടി, അല്ല ഒരു 3 മിനിറ്റ്, അല്ല അത് കഴിഞ്ഞതിന് ശേഷം താങ്കൾ സംസാരിക്കും. ഒരു 3 മിനിറ്റ് പ്ലീസ്. ഞാൻ പറഞ്ഞെന്താ അറിയോ, പോയിന്റ് ഒന്ന് കേൾക്ക്. ഇത്രയും സമയം ഏതാണ്ട് ഇപ്പൊ 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴേ 50 മിനിറ്റ് ആയിട്ട് അനിൽ ബ്രദർ സംസാരിക്കണം. 50 മിനിറ്റ്? എനിക്ക് 5 മിനിറ്റ് വേണ്ട, എനിക്ക് പകുതി മതി, 2.5 മിനിറ്റ് മതി.
ശരി ശരി, പക്ഷെ ഞാനൊരു 3 മിനിറ്റ് കൂടി, കൺക്ലൂഡ് ചെയ്യട്ടെ. അദ്ദേഹം പറഞ്ഞു വന്ന കാര്യം ഇത്രയും സമയം ഞാൻ ഇത് ചെയ്തല്ലോ, ഇത് കൂടി എന്താണ് നബീൽ ഇത്രയും കേട്ടല്ലോ, ഒരു 3 മിനിറ്റ് അല്ലേ അദ്ദേഹം ചോദിച്ചോളൂ, അതൊന്ന് വിട്ടുകൊടുക്കുക. അത് കഴിഞ്ഞ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യും. അനിൽ ബ്രദറെ ഒന്ന് കൺക്ലൂഡ് ചെയ്യും. ഓക്കെ. അപ്പൊ ഞാനൊരു പാപിയാണെന്ന് ദൈവമുമ്പാകെ സമ്മതിക്കുമ്പോൾ അതിന്റെ അർത്ഥം പാപത്തിന്റെ ശമ്പളം മരണം, ഞാൻ മരണത്തിന് വിധേയനാണ്. അപ്പൊ നിങ്ങൾ മരിക്കുകയില്ല എന്ന് പിശാച് എൻ്റെ പൂർവ്വപിതാക്കന്മാരോട് പറഞ്ഞ് അവരെ വഞ്ചിച്ചത്, ആ പിശാച് പറഞ്ഞത് നുണയാണ്, അത് സത്യമല്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ പാപിയാണെന്ന് പറഞ്ഞാൽ ഞാൻ മരണത്തിന് വിധേയനാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞതാണ് എൻ്റെ മാതാപിതാക്കളോട്, ആദ്യ മാതാപിതാക്കളോട് അവിടുന്ന് പറഞ്ഞു നീ ഇത് തിന്നാൻ മരിക്കുമെന്ന് പറഞ്ഞു, അതാണ് സത്യം, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, അങ്ങയുടെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളത് ഞാൻ ഏറ്റു പറയാണ് അവിടെ. 2, യേശുക്രിസ്തു എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു എന്നുള്ളത് ഞാൻ പറയുമ്പോൾ അവിടെ എന്താണ്, നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളുടെ നന്മയിൽ ദൈവത്തിന് താല്പര്യമില്ല, നിങ്ങൾ ഇത് തിന്നു കഴിഞ്ഞാൽ ദൈവത്തെ പോലെ ആകും, അതുകൊണ്ടാണ് തിന്നരുതെന്ന് ദൈവം പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് പിശാച് പറഞ്ഞ ആ കാര്യം, അതായത് നിങ്ങളുടെ നന്മയിൽ ദൈവത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ എൻ്റെ ആദ്യ മാതാപിതാക്കളെ അവൻ വഞ്ചിച്ചു. പക്ഷെ ഞാൻ ഇവിടെ അത് പറയുകയാണ്, അവൻ പറഞ്ഞാണെന്നോണം. കാരണം എൻ്റെ നന്മയിൽ ദൈവത്തിന് താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് അവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് എനിക്ക് വേണ്ടി ജീവൻ കൊടുത്തത്. എൻ്റെ നന്മയിൽ താല്പര്യമില്ലാത്ത ഒരാൾ എനിക്ക് വേണ്ടി മരിക്കുമോ? അപ്പൊ യേശുക്രിസ്തു ദൈവമാണ്, അവൻ എനിക്ക് വേണ്ടി മരിച്ചു. അതിലൂടെ ദൈവത്തിന് എൻ്റെ നന്മയിൽ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ആദാം അന്ന് പിശാചിന്റെ വാക്ക് കേട്ട് വിശ്വസിച്ചത് തെറ്റാണ് എന്ന് ഞാനിവിടെ തിരുത്തുകയാണ്. 3-ാമത്തെ കാര്യം, എനിക്ക് വേണ്ടി മരിച്ച യേശുവിനെ ഞാൻ കർത്താവായിട്ട് സ്വീകരിക്കുന്നു. അപ്പോൾ ആദാം അന്ന് ദൈവത്തെ അവിശ്വസിച്ച് പിശാചിനെ വിശ്വസിച്ചു, ദൈവത്തെ തള്ളിക്കളഞ്ഞ് പിശാചിനെ സ്വീകരിച്ചു. ഞാനിവിടെ തിരുത്തുകയാണ്, ഞാൻ പിശാചിനെ ഞാൻ ഒഴിവാക്കുകയാണ്, അവനായിട്ട് എനിക്കൊരു ബന്ധമില്ല, ഞാൻ യേശുവിനെ എൻ്റെ കർത്താവായിട്ട് സ്വീകരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഏറ്റുപറച്ചിൽ നടത്തുന്ന ആ നിമിഷം, അപ്പോഴും അങ്ങനെ മാത്രമേ പാപത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഏറ്റുപറയുമ്പോൾ ദൈവം നമ്മെ മകനായിട്ടോ മകളായിട്ടോ സ്വീകരിക്കുക. അതാണ് യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളിൽ വായിക്കുന്നത്. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്ന് അത്രയും ജനിച്ചത്. ഇതാണ് ആത്മാവിനാലുള്ള ജനനം. ആദ്യത്തെ ജനനം മാതാപിതാക്കളിൽ നിന്നുള്ള ജനനമാണ്, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ജനനമാണ്. എന്നാൽ 2-ാമത്തത് ദൈവത്തിൽ നിന്നുള്ള ജനനമാണ്, അഥവാ ആത്മാവിൽ നിന്നുള്ള ജനനമാണ്. അപ്പൊ ഇതാണ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പാപമോചന മാർഗം. ഇത് ഏതൊരു വ്യക്തിയും, അതിപ്പോ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിലും ശരി, ഇത് ഇങ്ങനെ ഒരു ഉടമ്പടി ദൈവമായിട്ട് അവൻ ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്തെങ്കിൽ ആ നിമിഷം ദൈവം അവന്റെ പാപം പരിഹരിച്ച് അവനെ തന്റെ മകനായിട്ടോ മകളായിട്ടോ സ്വീകരിക്കും. അത് ഏത് ഹിന്ദു കുടുംബത്തിലായാലും മുസ്ലിം കുടുംബമായാലും ഏത് കുടുംബത്തിലായാലും. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരോടും സുവിശേഷം പറയുന്നത്. സകല മനുഷ്യരും ഇത് അറിയേണ്ടതാണ്. അത് അവരുടെ താല്പര്യത്തിന് വിട്ടിരിക്കുകയാണ്. എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ ഒരാൾക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അങ്ങനെ പോകാതായിക്കോട്ടെ. പക്ഷെ എല്ലാവരും അറിയണം ഇത്. അവർക്ക് വേണ്ടി ദൈവം ഇങ്ങനെ ഒരു രക്ഷാമാർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി 5 പൈസ കൊടുക്കേണ്ട, ഒരു സ്ഥലത്തേക്കും പോകേണ്ട, പേര് മാറണ്ട, മതം മാറണ്ട, ഒന്നും വേണ്ട. മനസ്സ് മാറ്റിയാൽ മതി, മാനസാന്തരപ്പെട്ടാൽ മതി. എന്നിട്ട് യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുക. ഇതുകൊണ്ടാണ് ഞങ്ങൾ ഈ സുവിശേഷം പറയുന്നത്. ശരി, ഇത്ര നേരം നബീൽ കേട്ടിരുന്നതിൽ വളരെ സന്തോഷം. ഇനി നബീലിന് പറയാം. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.